പ്രിയദർശിനി പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിട്ട് ഇപ്പോൾ 1.5 മാസം പിന്നിടുകയാണ്. ഈ ഒരു കാലയളവിൽ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളുമായിട്ട് ഇടകലർന്ന് ഓടുന്ന അങ്കമാലി മേഖലയിലെ പല റൂട്ടുകളിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ആ ഉടമകൾക്ക് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മൾ ഈ അങ്കമാലി കൊരട്ടി റൂട്ട്, അതുപോലെ മാള അത്താണി, മാള ആലുവ റൂട്ടിൽ, അങ്ങനെയുള്ള കുറേ റൂട്ടുകളിൽ, സെലക്റ്റീവായിട്ടുള്ള റൂട്ടുകളിൽ വലിയ പ്രതിസന്ധിയാണ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ആ ഉടമകൾ പാടെ തകർന്നിരിക്കുകയാണ്. അവരെ കരകയറ്റാനുള്ള ഒരു നടപടി അതുണ്ടാവണം. തീർച്ചയായിട്ടും ഇതിൻ്റെ കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ആ കമ്മീഷൻ്റെ ഹിയറിങ്ങുകൾ ഇപ്പോൾ 2-3 ഹിയറിങ്ങുകൾ കഴിഞ്ഞു. ആ ഹിയറിങ് പൂർത്തിയാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ ഈ ആവശ്യങ്ങൾ നിലനിർത്തുന്നതിനും ഇതിനെ സജീവമായിട്ട് ഞങ്ങൾക്ക് ഉള്ള പ്രയാസങ്ങൾ അറിയിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ വെള്ളിയാഴ്ച ജൂലൈ 31 വെള്ളിയാഴ്ച അങ്കമാലി ടൗണിൽ വെച്ച് ബസ് ഉടമകളുടെ ഒരു പ്രതിഷേധ ധർണ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് പാസഞ്ചർ മേഖലയിലുള്ള നാഷണൽ പ്രസിഡന്റ് ബോക്കി എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്, ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ. അതിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് AJ റിജാസ് ആണ് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന ദിവസം മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ മേഖലയിൽ ഏറ്റവും തകർന്ന് എന്ന് വെച്ചാൽ ഇനി പറഞ്ഞ് താഴോട്ട് അറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അനുഭവപ്പെടുന്ന 14 ബസ് ഉടമകൾ അവർ സർവീസ് നടത്തുന്ന അങ്കമാലി കൊരട്ടി റൂട്ട്, ആ റൂട്ട് കേന്ദ്രീകരിച്ചാണ് അവർ സർവീസ് നടത്തുന്നത്. അവരുടെ ഒരു പ്രതിനിധി അന്നേ ദിവസം ഈ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ഒരു ദിവസം ആ ബസ്സിൽ, ബെസ്റ്റ് വേ എന്ന് പറഞ്ഞൊരു ബസ്സിലാണ് ഈ പദ്ധതി ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നത്. അതിൽ പുരുഷന്മാർ കയറി കഴിഞ്ഞാൽ അതിനകത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് സൗജന്യമില്ല, അതുപോലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമില്ല. ബാക്കിയുള്ള കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ ആ ബസ്സിൽ സൗജന്യം കൊടുക്കും. അതൊരു വേറിട്ട പ്രതിഷേധമാണ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ 12 വർഷത്തിലധികമായിട്ട് വിദ്യാർത്ഥികളുടെ ചാർജ് കൂട്ടണം എന്ന് പറഞ്ഞിട്ട് സർക്കാർ മാറി മാറി വരുന്ന സർക്കാർ ആ വിഷയം പരിഗണിക്കുന്നില്ല. നമുക്ക് ആലോചിച്ചാൽ അറിയാം, ഒരു കോമ്പൻസേഷനിൽ പോകണമെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ 5 രൂപ കൊടുക്കണം. അതേ സ്ഥലത്താണ് 1 രൂപ എന്ന ആ തുച്ഛമായ നിരക്കിൽ ഇപ്പോഴും ഈ വിദ്യാർത്ഥികളുടെ ചാർജ്. അതിലുള്ളൊരു പ്രതിഷേധമാണ്. വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ സൗജന്യം അനുവദിക്കില്ല. രണ്ടാമത്, സ്ത്രീകൾക്ക് സൗജന്യം അനുവദിച്ചപ്പോൾ യാതൊരു മാനദണ്ഡങ്ങളും സർക്കാർ കണക്കിലെടുത്തില്ല. അതിലുമുള്ള പ്രതിഷേധമാണ്. ഞങ്ങൾ അന്യ സംസ്ഥാനക്കാർക്ക് ഞങ്ങളുടെ ആ പ്രതിഷേധത്തിൻ്റെ ദിവസം സൗജന്യമില്ല. അത് ഞങ്ങളുടെ വേറിട്ടൊരു സമരമാണ്. അപ്പോൾ വെള്ളിയാഴ്ച നടക്കുന്ന സമരത്തിൽ ഈ മേഖലയിലുള്ള മുഴുവൻ ബസ് ഉടമകളും ടൗൺ ജംഗ്ഷനിൽ ഒരു ദിവസം ഞങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം സജീവമായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ധർണ നടത്തുന്നത്.